ഇനി സുനിൽ ഐസക്കിലേക്ക് പോവുകയാണ്. സുനിൽ, ഇപ്പോൾ PDT ആചാര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ആന്റണി രാജു കുറ്റക്കാരനെന്ന് കണ്ടെത്തിയപ്പോൾ മുതൽ നമുക്കുണ്ടായ ഒരു സംശയമാണ് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം തെറിക്കുമോ, ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളിൽ. പക്ഷേ ഇപ്പോൾ PDT ആചാര്യ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് കുറ്റക്കാരനെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം അയാൾ MLA അല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിലവിൽ ആന്റണി രാജുവിനെ MLA ആയി കണക്കാക്കാൻ സാധിക്കില്ല. ഇനി മേൽക്കോടതി സമീപിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് MLA സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. അതും ഈ ശിക്ഷാവിധി റദ്ദാക്കുകയാണെങ്കിൽ മാത്രമെന്നാണ് PDT ആചാര്യ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി ആന്റണി രാജുവിന്റെ രാഷ്ട്രീയഭാവി അത് എങ്ങനെയാകാനാണ് സാധ്യത? വിധി വന്ന നിമിഷം തന്നെ ആന്റണി രാജു MLA അല്ലാതായി മാറിയിരിക്കുന്നു, അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിയമവിദഗ്ധർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആന്റണി രാജു ഇപ്പോൾ MLA അല്ലാതായി മാറിയിരിക്കുന്നു. മാത്രവുമല്ല, ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാനും കഴിയില്ല. 6 വർഷത്തേക്ക് ഇനി അദ്ദേഹത്തിന് നിലവിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കാനാവില്ല. 1 മാസം അദ്ദേഹത്തിന് അപ്പീൽ കാലാവധിയുണ്ട്. ആ അപ്പീൽ പിന്നീട് മേൽക്കോടതികൾ അംഗീകരിച്ചാൽ അതിൽ വാദം നടക്കേണ്ടതുണ്ട്, അതിൽ കൂടുതൽ വിശദമായ വാദം നടക്കേണ്ടതുണ്ട്. അതിനുശേഷമൊക്കെ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഈ വിധിയുടെ കാര്യത്തിൽ എന്തെങ്കിലും മറിച്ചൊരു തീരുമാനമുണ്ടാകുമോ എന്നൊക്കെ അറിയാൻ കഴിയൂ. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോഴും സംസ്ഥാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഇനി കേവലം 3 മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന LDFന്റെ ഘടകകക്ഷിയുടെ ചെയർമാൻ കൂടിയാണ് ആന്റണി രാജു. നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. തിരുവനന്തപുരം മണ്ഡലം കേരള കോൺഗ്രസിലൂടെ അല്ലെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസിലൂടെയാണ് നിലവിൽ LDF അല്ലെങ്കിൽ LDFന്റെ ഒപ്പം നിൽക്കുന്നത്. അതിൽ കുറേ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഇനി നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജു അല്ലാതെ മറ്റാരവിടെ മത്സരിക്കുമെന്നൊരു ചോദ്യം പ്രധാനമായുമുണ്ട്. കാരണം ജനാധിപത്യ കേരള കോൺഗ്രസിന് ആന്റണി രാജു അല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവില്ല എന്നൊരു കാര്യമാണ്. പണ്ട് നേരത്തെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. PJ ജോസഫിൻ്റെ വിശ്വസ്തരിൽ ഒരാളായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാക്കിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ലത്തീൻ വിഭാഗത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ വലിയ ഹോൾഡ് ഉണ്ടായിരുന്ന നേതാവ് എന്ന നിലയിലൊക്കെയാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിലേക്ക് എത്താൻ സാധിച്ചതൊക്കെ. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ അവിടെ ആര് എന്നൊരു ചോദ്യം പ്രധാനമായുമുണ്ട്. മറ്റൊന്ന്, LDFനെ സംബന്ധിച്ചും ഈ മണ്ഡലം ആന്റണി രാജുവിലൂടെ അല്ലാതെ മറ്റൊരാളിലൂടെ തിരികെ പിടിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായും LDFനെ സംബന്ധിച്ചുമുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായി കൂടി വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വിധി കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം LDFന് അത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസ് തന്നെ അത്തരത്തിലൊരു കേസാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ഒരു കേസ്. അതായത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കോ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്കോ ഒന്നും അവരുടെ എത്തിക്സിന് വിരുദ്ധമായി ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഒരു വ്യാജ രേഖ അല്ലെങ്കിൽ രേഖയിൽ കൃത്രിമത്വം കാണിച്ചതിൻ്റെ പേരിലാണ് ആന്റണി രാജു എന്ന് പറയുന്ന മുൻ മന്ത്രി ഒപ്പം MLA LDFന്റെ ഘടകകക്ഷി നേതാവ് ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് എന്നത് LDFനെ സംബന്ധിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികളിലൊന്നാണ്. കാരണം പ്രതിപക്ഷം ഇപ്പോൾ തന്നെ അത് വലിയ പ്രചാരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. സ്വർണ്ണക്കവർച്ച ഒരു ഭാഗത്ത് നിൽക്കുന്നു. സ്വർണ്ണക്കവർച്ചയ്ക്കൊപ്പമാണ് ഇപ്പോൾ ഇതാ വ്യാജ തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട് LDFന്റെ ഒരു ഘടകകക്ഷി നേതാവിനെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ ആന്റണി രാജുവിനെ സംബന്ധിച്ച് കടുത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു വിധി എന്ന് വേണം നമുക്കിതിനെ പറയാൻ. എന്തായാലും ആന്റണി രാജുവിന് തൽക്കാലം ജയിലിലേക്ക് പോവേണ്ടതില്ല. കാരണം 3 വർഷം മാത്രമാണ് ഇപ്പോൾ 2 കേസുകളിലുമായി ഇപ്പോൾ 3 വർഷത്തെ തടവാണ്. അത് ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് കോടതിയുടെ വിധി. അതുകൊണ്ട് തന്നെ 3 വർഷം വരെയുള്ള തടവ് ശിക്ഷകൾക്ക് മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാവകാശം കോടതി നൽകാറുണ്ട്. 1 മാസത്തെ ജാമ്യം നൽകാറുണ്ട്. ആ ജാമ്യം ലഭിച്ച് ആന്റണി രാജു അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും 1 മാസക്കാലം വളരെ നിർണായകമാണ്. 1 മാസത്തിനുള്ളിൽ അപ്പീൽ പോയി മേൽക്കോടതിയിലെത്തി മേൽക്കോടതി വിചാരണയൊക്കെ നടത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായാലും തിരിച്ചു വരാൻ കഴിയുമോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. നേരത്തെ സിജോ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ കേസ് നമ്മുടെ മുമ്പിൽ ഇതിൻ്റെ ഒരു പാഠമായി നിൽപ്പുണ്ട്. അതായത് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ആദ്യം അയോഗ്യനാക്കപ്പെടുകയും പിന്നീട് സുപ്രീം കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഓട്ടോമാറ്റിക്കലി MP സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വരാം ആന്റണി രാജുവിനും. പക്ഷേ അത് ഈ വരുന്ന 3 മാസത്തിനുള്ളിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ, അല്ലെങ്കിൽ ആ നിയമ നടപടികളൊക്കെ പൂർത്തിയാകുമോ എന്നൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ ഇനി കേവലം 3 മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തിരിച്ചുവരവിൽ എന്നുള്ള സാധ്യത സാഹചര്യങ്ങളൊക്കെ
തുലവും വിരളമാണ് എന്നും കൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റണി രാജുവിന് വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന നിലക്കും LDF എന്ന നിലക്കുമൊക്കെ അതിശക്തമായ തിരിച്ചടി സമ്മാനിക്കുന്ന ഒരു കോടതി വിധി എന്ന് വേണം നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ. എന്തായാലും ഘടകകക്ഷികളിലൊരു നേതാവ് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും LDF എന്ന നിലയ്ക്ക് അതിന് മറുപടി പറയേണ്ട ഒരു ബാധ്യത കൂടി മുന്നണിക്ക് വന്നു ചേരുന്നുണ്ട്. അതിലെന്താണ് വിശദീകരണം മുന്നണി നൽകുക എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മണ്ഡലം നിലനിർത്തുക എന്നത് LDFനെ സംബന്ധിച്ച് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരെ കളത്തിലിറക്കി ഇനി ഈ തിരുവനന്തപുരം പിടിക്കും, തിരുവനന്തപുരം ജനാധിപത്യ കേരള കോൺഗ്രസിന് പകരക്കാരനായ ഒരാൾ എന്നാൽ ആ പാർട്ടിയിൽ നിന്ന് തന്നെ വരുമോ, അങ്ങനെ ഒരു നേതാവുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതല്ല, ഇനി അത് CPM ഏറ്റെടുത്ത് അല്ലെങ്കിൽ LDF കൂട്ടായി തീരുമാനിച്ചുകൊണ്ട് മുന്നണിയിലെ മറ്റേതെങ്കിലും ഒരു കക്ഷിക്ക് CPMനോ CPIക്കോ അങ്ങനെ ആർക്കെങ്കിലും നൽകിയാൽ തന്നെ തിരുവനന്തപുരം എന്ന് പറയുന്ന മണ്ഡലം ന്യൂനപക്ഷ സമുദായത്തിന് വലിയ ആൾബലമുള്ള വോട്ട് ബലമുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക കൂടി